പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം നമ്മളെ ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കാനും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാനുമാണ് നമ്മൾ ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ കടന്നു വന്നത്. അപ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനും ദൈവത്തോടൊപ്പം ആയിരിക്കാനും ദൈവത്തോട് പ്രാർത്ഥിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഓരോ വിശ്വാസിയും ഈ ഭൂമിയിൽ കടന്നു വരുന്നത്. ഈ ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനമാണല്ലോ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ആദ്യത്തെ ചോദ്യം, എനിക്ക് ദൈവകൃപയുണ്ടോ? നമുക്ക് ദൈവകൃപയുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ തീർച്ചയായും ചോദിക്കണം. രണ്ടാമത്തെ ചോദ്യം, ലഭിച്ച ദൈവകൃപയ്ക്ക് അനുസരിച്ചുള്ള ജീവിതമാണോ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്നും നമ്മൾ ചോദിക്കണം. കാരണം ഓരോ നോയമ്പ് നമ്മുടെ കുറവിനെല്ലാം മാറ്റി ദൈവത്തിലോട്ട് കൂടുതൽ ചേർക്കുകയാണ് ചെയ്യുന്നത് ഓരോ നോയമ്പും. അതുകൊണ്ട് പ്രത്യേകിച്ച് ദൈവകൃപ ലഭിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശു മിശിഹായുടെ ആഗ്രഹം. ഈ നോയമ്പ് സമയത്ത് നമ്മുടെ കുറവിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.